പറയുന്നത്. ഞങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി സംസാരിക്കുന്നതിലെന്ന് ഞങ്ങൾ ലീഗുകാരോട് ചോദിക്കുന്നവരുണ്ട്. ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് അഹമ്മദ് സാഹിബ് ഡൽഹിയിൽ മരിച്ചു കിടക്കുമ്പോ അന്നത്തെ അർദ്ധരാത്രിയിൽ, തണുപ്പുറഞ്ഞ അർദ്ധരാത്രിയിൽ ആരോഗ്യം പരിഗണിക്കാതെ വീട് വിട്ടിറങ്ങി വന്ന സോണിയാഗാന്ധിയെ, രാഹുൽ ഗാന്ധിയെ മറക്കുകയാണ് ഞങ്ങൾ. അപ്പൊ മാത്രമല്ല, ഇന്ത്യയിലെ മൈനോറിറ്റി, ഇന്ത്യയിലെ പീഡിത സമൂഹം, ഇന്ത്യയിലെ പാവങ്ങൾ എവിടെയെങ്കിലും ബുദ്ധിമുട്ടുമ്പോ ഒരു സമയം ആ മനുഷ്യനെ ശ്രമിച്ചിട്ടില്ല. അവരുടെ കൂടെ ഉണ്ടായിരുന്നു, നിരന്തരമായി കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയുമോ സഖാക്കളെ, ഈ നിരന്തരമായി ചോദ്യം ചെയ്യുന്ന സമയത്ത്, ചെയ്തുകൊണ്ടേയിരിക്കുന്ന സമയത്ത് 15 മിനിറ്റ് അതിനിടയിൽ വിശ്രമം കൊടുത്തു. 15 മിനിറ്റ്. ആ 15 മിനിറ്റിൽ രാഹുൽ ഗാന്ധി ട്വീറ്റ് ചെയ്തത് എന്താണെന്ന് അറിയുമോ? ഇന്ത്യയിൽ നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന സേനയെ കുറിച്ചാണ്, RSSന്റെ സേനയെ കുറിച്ചാണ്. ആ മനുഷ്യൻ മറ്റൊരാൾക്ക് SMS അയക്കുകയല്ല, വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുകയല്ല. അദ്ദേഹം ട്വീറ്റ് ചെയ്തത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നു. ആ 15 മിനിറ്റ് വിശ്രമ സമയത്ത് പോലും. അത് കഴിഞ്ഞ് പിന്നെയും ചോദ്യം ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് രാഹുൽ ഗാന്ധിക്ക് അനുവദിക്കുന്നത് 10 മിനിറ്റാണ്. ആ 10 മിനിറ്റിൽ ആ മനുഷ്യൻ ട്വീറ്റ് ചെയ്തത് രാജ്യത്ത് വരുന്ന വിലവർദ്ധനവിനെ കുറിച്ചാണ്. നിങ്ങൾ ആരെയാണ് ആക്രമിക്കുന്നത് എന്ന് CPM-കാരൻ ഒരു നിമിഷമെങ്കിലും ആലോചിച്ചു നോക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾ ആരെ പേടിപ്പിക്കാൻ, അത് ആഫീസിലെ ചില്ലു തകർക്കാൻ, ആ ആഫീസ് അത് തകർക്കണമെന്നായി. അതിലെ ജനാധിപത്യ വിധ്വംസകരെ കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത്, ഭയത്തെ കുറിച്ചല്ല. നിങ്ങൾക്കറിയാത്തത് കൊണ്ടാണ് ഇവിടെ പറഞ്ഞല്ലോ എന്റെ നേതാക്കന്മാർ. നിങ്ങൾക്കറിയാത്തത് കൊണ്ടാണ്. ആരെയാണ് പേടിപ്പിക്കുന്നത്? ഇന്ത്യയെ വെള്ളച്ചു തരുമോ എന്ന് ചോദിച്ച മോത്തിലാലിന്റെ മകനാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ആ നെഹ്റുവിന്റെ മകനാണ് ഇന്ദിരാഗാന്ധി. ആ ഇന്ദിരാഗാന്ധിയുടെ മകനാണ് രാജീവ് ഗാന്ധി. ആ രാജീവ് ഗാന്ധിയുടെ പുലിക്കുട്ടിയായ മകനെയാണോ നിങ്ങൾ? നിങ്ങൾക്കറിയുമോ, നിങ്ങളുടെ ഈ ഊഴ നേതാക്കന്മാരെ പോലെയുള്ള ഒരാളാണ്. ഒരൊറ്റ കാര്യം മനസ്സിലാക്കണേ, തലത്തിൽ പോയി മരിക്കാൻ പഠിക്കുക. ആദ്യം നിങ്ങളെന്ത് വൃത്തികേടാണ്. ജനാധിപത്യത്തിന്റെ മുഴുവൻ സാധ്യതകളെയും തള്ളിക്കളഞ്ഞ്, സംവാദത്തിന്റെ സാധ്യതകൾ തള്ളിക്കളഞ്ഞ് ഈ നാടിനെ എവിടെ കൊണ്ടുപോകാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്? വേരറ്റ് പോയിട്ടുണ്ട് രാജ്യത്ത്. ഇതിങ്ങനെ മോളിങ്ങനെ പടർന്ന് കിടക്കാൻ ഇറങ്ങാൻ വേരില്ല. അറിയോ നിങ്ങൾ? ആകെ ഈ കൊച്ചു കേരളത്തിൽ കുറച്ചിടത്ത്. എന്നാൽ അഹങ്കാരം കണ്ടാൽ ഇന്ത്യ ഭരിക്കുന്നത് നിങ്ങളാണെന്ന് തോന്നുന്ന ഒരു മുഖ്യമന്ത്രിയും കുറെ പിടിയാളുണ്ട്. കഷ്ടമാണിത്, എന്തൊരു കഷ്ടമാണ്. ഞാൻ സ്നേഹപൂർവ്വം CPM-ന്റെ സുഹൃത്തുക്കളോട് പറയുന്നു, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപകടകരമായ ഒരു പ്രവൃത്തിയാണ്. രാജ്യത്ത് വരേണ്ട ഒരു മാറ്റത്തെ, രാജ്യത്തുണ്ടാകേണ്ട ഒരു മാറ്റത്തെ, ഗുണപരമായി വരേണ്ട ഒരു മാറ്റത്തെ നിങ്ങൾ തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എതിർത്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് CPM പറഞ്ഞ രസങ്ങൾ അറിയുന്നതിലെ ഞങ്ങൾ ആ കുട്ടികളെ അക്രമത്തിന് അനുകൂലമല്ല. മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞു, പാർട്ടി സെക്രട്ടറി തള്ളിപ്പറഞ്ഞു, മുന്നണി കൺവീനർ തള്ളിപ്പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഈ കുട്ടികളുടെ കേസാരം നടത്തുക, ഈ കുട്ടികളുടെ കേസ് നടത്താനാണ്, ആ കേസെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുക? ഇതൊക്കെ നിങ്ങൾ ഏറ്റെടുക്കുമല്ലോ. ചന്ദ്രശേഖരന്റെ പടയാളികളെ നിങ്ങൾ തള്ളിപ്പറഞ്ഞില്ലേ? ഷുക്കൂറിന്റെ പടയാളികളെ നിങ്ങൾ തള്ളിപ്പറഞ്ഞില്ലേ? ഷൊയബിന്റെ പടയാളികളെ നിങ്ങൾ തള്ളിപ്പറഞ്ഞില്ലേ? എന്ന് തുടുപ്പില്ലാതെ ആ പടയാളികൾക്ക് വേണ്ടി കേസ് വാദിച്ചത് ഞങ്ങളുടെ നികുതിപ്പണം കൊണ്ടാണ്. ഓർമ്മയുണ്ടോ സഖാവിന്? ഈ കലാപകാരികളുണ്ടല്ലോ, DSFIയുടെ കുട്ടികൾ, അവരെ നിങ്ങൾ ഏറ്റെടുക്കും. അവർ നാളെ അവർക്ക് നിങ്ങൾ ജോലി കൊടുക്കും. ഞാൻ പോലീസുകാരോട് പറയുന്നു, നിങ്ങൾ ഇവർക്ക് വേണ്ടി തുള്ളിയാലുണ്ടല്ലോ, ആ DYSPക്ക് സംഭവിച്ച സസ്പെൻഷൻ അല്ലാതെ വേറൊരു ചുക്കും സംഭവിക്കാൻ പോലില്ല. നിങ്ങൾ സൂക്ഷിച്ചോളൂ. നിങ്ങൾ ഇന്നിവർക്ക് വേണ്ടി കളിക്കുന്ന ഈ കളിയുണ്ടല്ലോ, അത് അപകടമാണ്. ആർക്ക് അപകടം? നിങ്ങൾക്ക് അപകടം. നഷ്ടം നിങ്ങൾക്കേ ഉണ്ടാകൂ. ഒരു ഒഴുക്കുമില്ലാതെ ഈ കൊലയാളികളെ, കലാപകാരികളെ ഇവർ ആക്രമിച്ചു. രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലേക്ക് നിങ്ങൾ അക്രമം നടത്തുമ്പോ സ്മൃതി ഇറാനി വന്നില്ല ഇവിടെ മാസങ്ങൾക്ക് മുമ്പ്, ആഴ്ചകൾക്ക് മുമ്പ്? എടോ SFIക്കാര നട്ടൽ നടപ്പുറത്തുണ്ടെങ്കിൽ ഒന്ന് പോയി ആ സ്മൃതി ഇറാനിയെ തടുക്കാൻ തയ്യാറായി ഒരു പ്രകടനം നടത്തി. രാഹുൽ ഗാന്ധിയുടെ ഈ മണ്ഡലത്തിൽ വന്ന് കുഴപ്പമുണ്ടാക്കാൻ BJP പറഞ്ഞു വിട്ട, RSS പറഞ്ഞു വിട്ട സ്മൃതി ഇറാനി ഇവിടെ നിലവിപ്പോയപ്പോ താരത്തെ എവിടെയായിരുന്നു? വലിയ BJP വിരുദ്ധെന്ന് പറയുന്നവർ, വലിയ ഫാസിസ്റ്റ് വിരുദ്ധെന്ന് പറയുന്നവർ എവിടെയായിരുന്നു ഇത് ഉണ്ടായിരുന്നത്? SFIക്കാരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇവിടുത്തെ പോലീസുകാരടക്കം KSUക്കാരൻ, MSFകാരൻ യൂണിവേഴ്സിറ്റിയിൽ ഫീസ് വർദ്ധിപ്പിക്കുമ്പോ, അവിടങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് പ്രശ്നമുണ്ടാകുമ്പോ സമരം ചെയ്യാൻ പോകുന്നവരെ അടിച്ചോടിക്കുന്നവരാണ് നിങ്ങൾ. എന്നിട്ട് നിങ്ങൾ ഇന്നലെ ചെയ്തതോ? അവർക്ക് കൂടെ ഇരിക്കാൻ, അവരോട് ചേർന്നിരിക്കാൻ നിങ്ങൾ ഇന്നലെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ SFIക്കാരൻ നേരത്തെ പറഞ്ഞു, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കത്തില്ല. ഒരു കാര്യം ഇത്തിരിയെങ്കിലും ഇടതുപക്ഷ ബോധമുണ്ടെങ്കിൽ വീണ്ടും ഞാൻ പറയുന്നു, ഒന്ന് നിങ്ങൾ ഓർക്കോ, നിങ്ങളെ തെരുവിൽ നിന്ന് പിടിക്കുന്ന മുദ്രാവാക്യമുണ്ടല്ലോ, ഇൻഖുലാബ് സിന്ദാബാദ് എന്ന് പറഞ്ഞത്, നിങ്ങൾ ഉയർത്തുന്ന ചുവന്ന പതാകയുണ്ടല്ലോ,
അത് മുകളിലെത്തി വിടരുമ്പോൾ കാവി നിറമാണ് ഇന്ന് ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം. കാരണം നിങ്ങൾ രക്തസാക്ഷികൾക്ക് വേണ്ടി മുദ്രാവാക്യം, കാരണം നിങ്ങൾക്ക് രക്തസാക്ഷികൾക്ക് വേണ്ടി ഇൻകുലാബ് വിളിച്ച് നിങ്ങൾ ആ പതാക ഉയർത്തുകയാണ്. അത് മുകളിലെത്തി വിടരുമ്പോൾ അത് കാവിയാണ്. എന്തുകൊണ്ട്? വിളിക്കുന്ന സഖാവിന്റെ കുഴപ്പമില്ല, വിളിക്കുന്ന മുദ്രാവാക്യത്തിന്റെ കുഴപ്പമില്ല, മുകളിൽ ഇരിക്കുന്നവന്റെ കുഴപ്പമാണ്. കൊട്ടേഷൻ അവരെ എടുത്തിട്ടുണ്ട്. ലവലിന്റേതടക്കം നിരവധി കേസുകളടക്കം നിങ്ങളെ വരിഞ്ഞു മുറുക്കി നിങ്ങളെ ഏൽപ്പിച്ച കൊട്ടേഷൻ അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, 55 മണിക്കൂർ രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യാം ED. എനിക്ക് ഞാനെന്നാള് സതീശനോട് പറയുമ്പോൾ പറഞ്ഞു, അദ്ദേഹത്തോട് എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ ഭയങ്കര സന്തോഷമായി. കാരണം എന്താ വെച്ചാൽ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ ED ചോദ്യം ചെയ്ത രണ്ടാള്, ഒന്ന് എന്നെ രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്തു 55 മണിക്കൂർ. ഞാൻ ചോദിക്കട്ടെ, എന്തേ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാത്തത്? 1 മണിക്കൂർ. എത്ര കേസുകളിൽ എപ്പോ കട്ടാൻ തുടങ്ങിയതാണ്? ഏത് കാലത്ത് അന്ന് രാഹുൽ കേസ് തുടങ്ങിയിട്ടല്ലേ നിങ്ങൾ തുടങ്ങിയിട്ടല്ലേ? എന്ന് പറയാറുണ്ട്, ഓരോരുത്തരും നിലപാടനുസരിച്ച് ഓരോരുത്തരും കട്ടോണ്ടിരിക്കല്ലേ. ഇതൊന്നും സംഘടനയാണ്, ഇതൊക്കെ ഒരു പാർട്ടിയാണ്. മോളിലെ മുഖ്യമന്ത്രി 500-1000 കോടി തപ്പോ ജില്ലാ സെക്രട്ടറി 240-30 കട്ടോടുക്കുക. കെട്ടിക്കൊണ്ടിരിക്കുമ്പോ വലിയ കൊളാക്കി ചെമ്പ് ബിരിയാണി ഒരു കള്ളമാരുടെ കൂട്ടായ്മല്ലേ? ഒരു കള്ളമാരുടെ കൂട്ടായ്മല്ലേ? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, 5 കൊല്ലം എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ തന്ന സമയം തന്നെയാണ്. അത് ജനങ്ങൾ തന്ന സമയമാണ്. അവരെല്ലാം മറന്നിട്ട് റോട്ടിലങ്ങ് ഇറങ്ങിയാല് 5 കൊല്ലവും വെച്ച് ഓടേണ്ടി വരും പിണറായിയുടെ സർക്കാർ. ഓർക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കാലാവധി പൂർത്തീകരിക്കാതെ ഇറങ്ങിപ്പോകേണ്ടി വന്നിട്ടുണ്ട്. നേരത്തെ മുരളീധരൻ പറഞ്ഞ പോലെ അങ്ങനെ ഓവർ വെജിറ്റേറിയൻ ആയതുകൊണ്ട് നിങ്ങൾ സഹിക്കുന്നത് മാത്രം. എല്ലാത്തിനും ഒരു പരിധിയുണ്ടോ? ക്ഷമിക്കുന്നതും സഹിക്കുന്നതിനും പരിധിയുണ്ട്. ആ പരിധി അങ്ങ് പോയാലുണ്ടല്ലോ ആരും ഒന്നും നോക്കൂല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ വേലറുത്ത ജില്ലയാ വയനാട്. കൊടുതനറിയോ? നിനക്ക് മീനങ്ങാടി അറിയോ? എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. സീതി ഹാജി മീനങ്ങാടിയിൽ കൽപ്പറ്റയ്ക്കൊന്ന് പ്രസംഗിക്കാൻ പോകുമ്പോ ഞാനന്ന് പൈലറ്റ് ഭാഗത്തെ അനൗൺസറാണ്. അതിന്റെ മുമ്പിൽ സീതി ഹാജി വരുന്നു എന്നൊക്കെ പറഞ്ഞു പോവാണ്. ചെന്നതേ ഓർമ്മയുള്ളൂ. മീനങ്ങാടിയിൽ മൈക്കൂലിയ വിളിച്ചു പറയും, നമ്മൾ ഓടിക്കഴിഞ്ഞത് അറിയാമല്ലോ. ആ മീനങ്ങാടി പഞ്ചായത്ത് ഭരിക്കണത് ഞങ്ങളാണോ? ഇപ്പോ ഞങ്ങൾ അറുത്ത് മാറ്റിയതാണ്. CPI-കാരനെ വലിയാക്കി കൊന്ന മേപ്പാടി പഞ്ചായത്ത്, മൂപ്പയ്യാട് പഞ്ചായത്ത്, കൊടുങ്ങര പഞ്ചായത്ത്, പടിഞ്ഞാറപ്പുറ പഞ്ചായത്ത് ഞങ്ങൾ നിങ്ങളുടെ വേരറുത്ത് മാറ്റിയതാണ്. ഒന്ന് തൽക്കാലം ഒരു ഗിവാൻ ടേക്കിൽ അങ്ങനെ പോയി വരത്തേണ്ടി നിന്നാല് മൂപ്പിക്കാനാണ് കുട്ടികളെ വിടുന്നതെങ്കിൽ ഞാൻ രക്ഷിതാക്കളോട് പറയുന്നു, സൂക്ഷിക്കണം നിങ്ങൾ. ഇതാ സുധാകരൻ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ കണ്ണൂരിൽ 10 കൊല്ലം ജനപ്രതിനിധിയായിരുന്ന ഒരാളാണ് ഞാൻ. എനിക്കറിയാം കണ്ണൂരിലെ ആളുകൾ ആഗ്രഹിക്കുന്നത് ആ കണ്ണൂരിൽ നിന്ന് ഗുണ്ടകളെ വയനാട്ടിൽ കൊണ്ടുവന്ന് SFI-ക്കാർക്ക് നിങ്ങൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അതിൽ പെൺകുട്ടികളടക്കമുണ്ട്. ഞാൻ രക്ഷിതാക്കളോട് പറയുന്നു, സ്നേഹബുദ്ധിയ ഈ കൂട്ടത്തിൽ പോകുന്നവർ നിങ്ങൾ സൂക്ഷിച്ചോ. അപകടകരമാണ്. വെറുമൊരു രാഷ്ട്രീയമല്ലാതെ എല്ലാ തോന്നിവാസങ്ങളുമുണ്ട്, എല്ലാ വൃത്തികേടുകളുമുണ്ട്, മയക്കുമരുന്ന് കച്ചവടമടക്കമുണ്ട്. നാളെ നിങ്ങളുടെ മക്കൾ പഠിച്ചു പോകുമ്പോ എവിടെയും പോയി ചോദിക്കണ്ട, CPM-ന്റെ ഓഫീസിൽ മാത്രം പോയി ചോദിച്ചാൽ മതിയാകും. അവരാണ് ഈ മക്കളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, സ്വാഗതം വരുമ്പോ അദ്ദേഹം പറഞ്ഞു, എന്താണ് ചെറിയ കുട്ടികൾ 13ഉം 14ഉം എന്തിനാ വിഷത്തിനത്ര കൂടുതൽ പെട്ടെന്ന് ഇതുപോലെ വിഷങ്ങളെ എത്ര പോലെ ചെറുതുപോലെ അതിൽ വിഷം കുത്തി വെക്കണം. സൂക്ഷിക്കണം നല്ലതാണ്. വയനാട്ടിലുള്ള നല്ല പാരമ്പര്യമുണ്ട്. ഇവിടുത്തെ മതങ്ങൾ തമ്മിൽ, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ. ഞാൻ ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ ബഹുമാനായ നേതാവ് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒരിക്കൽ പ്രസംഗിക്കുമ്പോ താഴെ അന്ന് കേരള ജാഥ നടത്തുന്ന പിണറായി സഖാവ് പ്രസംഗിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അവരുടെ റെഡ് വോളണ്ടിയർമാർ ഇതുപോലെ തിരിയുന്നവർ ഒരു സദസ്സിലൂടെ ഇങ്ങനെ പോവാണ്. ഞാൻ സ്റ്റേജിൽ നിന്നിട്ട് എന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു, നിങ്ങൾക്ക് സങ്കല്പിക്കാനാവില്ല കണ്ണൂരിൽ അങ്ങനെ വഴി പോകുന്നത്, സങ്കല്പിക്കാനാവില്ല. വയനാട്ടിലെ രാഷ്ട്രീയത്തിൽ ഒരു സൗഹൃദമുണ്ട്, നന്മയുണ്ട്. ആ നന്മയെ പകർത്താൻ നിങ്ങൾ വന്നാൽ പിന്നെ നിങ്ങള് തിരിച്ചെടുക്കാനാവാത്ത പണം അത് നഷ്ടപ്പെട്ടു പോയാൽ സഖാവേ നഷ്ടം നിങ്ങൾക്കായിരിക്കും. ഉറപ്പിച്ചു വെച്ചോ, നഷ്ടം നിങ്ങൾക്ക് തന്നെയായിരിക്കും. ആ നഷ്ടം താങ്ങാൻ ഇപ്പോ ആരുമില്ലടോ. പണ്ടൊക്കെ സഖാവ് PM മുഹമ്മദിനെ പോലത്തെ കൊള്ളാവുന്ന നേതാക്കന്മാരുണ്ടായിരുന്നു. ഇപ്പോ ഒരുത്തനില്ല. ഓർത്തോ നിങ്ങള്. അതുകൊണ്ട് ഈ നടപടി കേരളത്തിൽ ഞങ്ങൾ വീണ്ടും പറയും. നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു ഞങ്ങൾക്കറിയാം. ഇതിനെല്ലാം നിയമ നടപടികളൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷെ പോലീസിനോട് ഞാൻ പറയുന്നു, നഷ്ടം നിങ്ങൾക്കായിരിക്കും, ഇവർക്കായിരിക്കില്ല.
ഇവരെയൊക്കെ സംരക്ഷിച്ചു, എല്ലാ ഗുണ്ടകളെയും സംരക്ഷിച്ചു, എല്ലാവരെയും സംരക്ഷിച്ചു. പക്ഷെ നിങ്ങൾ അതിന് തുടലോട്ട് കൊടുത്താൽ ഒന്നുകൂടെ ഞാൻ പറയുന്നു, നിങ്ങൾ ഈ പോലീസുകാർ, പ്രത്യേകിച്ച് വയനാട്ടിൽ മാന്യന്മാരാണല്ലോ, കൊള്ളാവുന്നവരാണല്ലോ, നിയമവ്യവസ്ഥ ഉണ്ടല്ലോ, എന്ത് കരുതിയാണ് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് അവിടെ അങ്ങനെ കിടക്കുന്നത്? നിങ്ങൾക്ക് പറ്റൂല എന്ന് പറഞ്ഞിട്ട് പണി ഞങ്ങളെ ഏൽപ്പിച്ചാൽ മലയിറങ്ങി വന്നാലും അതിനൊരു തൊടാൻ പറ്റിയ ഒരാൺകുട്ടി വയനാട്ടിലുണ്ടാവില്ല. നിങ്ങൾ സംരക്ഷണം കൊടുക്കും. അതേപോലെ പറ്റില്ലെങ്കിൽ പറയും, ആ കാക്കും തോപ്പിയൊക്കെ അടിച്ചു വെച്ച് വീട്ടിൽ പോയിരിക്കാൻ ഞങ്ങളെ ഏൽപ്പിക്കണം. അപ്പൊ കാണിക്കുന്നതാണ് അവിടെ വരുന്ന ഗുണ്ടകളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്, ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് പറ്റില്ലെങ്കിൽ പറയണം. നിയമവ്യവസ്ഥയെ ഞങ്ങൾ മാനിക്കുന്നു, ബഹുമാനിക്കുന്നു. പക്ഷേ അത് ഞങ്ങളുടെ വീക്ക്നെസ് ആയിട്ട് മാത്രം കരുതരുത് എന്ന് മാത്രം അഭിപ്രായപ്പെട്ടുകൊണ്ട് ഈ സമരത്തിന്റെ കൂടെ ചേർന്ന്